നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു ദിവസത്തിലേക്ക് രാവിലെയുടെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഞായറാഴ്ചയാണ്, അവധി ദിവസമാണ്. എല്ലാവരും അല്പം വൈകിയൊക്കെ ആവും ഉണരുന്നത്. എന്നാലും വാർത്തകൾക്ക് അങ്ങനെ വൈകലില്ലല്ലോ. ഇന്ന് രാവിലെ ഉണരുന്നത് തന്നെ ഒരു പ്രധാനപ്പെട്ട വാർത്തയോടെയാണ്. അതായത് മലയാള സിനിമയിൽ ലഹരിയുടെ ഒരു അതിപ്രസരത്തെക്കുറിച്ച്, ലഹരി പിടിമുറുക്കുന്നതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വാർത്തകൾ വരാറുണ്ട്. ഷൈൻ ടോം ചാക്കോയെ അറസ്റ്റ് ചെയ്തതുമൊക്കെ സമാനമായ സാഹചര്യത്തിലായിരുന്നു. പക്ഷേ ഇതാദ്യമായി മലയാള സിനിമയിലെ രണ്ട് പ്രമുഖ സംവിധായകർ, വളരെ സജീവമായി ഇപ്പോൾ സിനിമയിൽ നിൽക്കുന്ന രണ്ട് സംവിധായകരെ കഞ്ചാവുമായി പിടികൂടിയിരിക്കുന്നു. അവരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്നു എന്ന വാർത്തയോടെയാണ് ഈ ദിവസം പുലരുന്നത്. അത് വളരെ ജനപ്രിയ സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയുമാണ്. ഇപ്പോൾ തിയേറ്ററിൽ വളരെ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുടെ സംവിധായകനാണ് ഖാലിദ് റഹ്മാൻ. അങ്ങനെ രണ്ട് സംവിധായകരെ കഞ്ചാവുമായി പിടികൂടി എന്ന വാർത്തയോടെ ഈ ദിവസം തുടരുമ്പോൾ സിനിമയിലേക്ക് കൂടുതൽ കാര്യമായി തന്നെ അന്വേഷണം നീങ്ങുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കൊക്കെ വിശദമായി നമ്മൾ കടന്നു പോകുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെയുള്ള നടപടികൾ കടുപ്പിക്കുകയാണ്. ഝലം നദിയിലെ ഉറി അണക്കെട്ട് തുറന്നുവിട്ടതിനെ തുടർന്ന് അവിടെ പാകിസ്ഥാനിൽ പലയിടത്തും വെള്ളം കയറിയ അവസ്ഥയൊക്കെയുണ്ട്. വിശദമായ വാർത്തകളിലേക്ക് വരാം. ആദ്യം പക്ഷെ നമ്മൾ പോകുന്നു പ്രാദേശിക വിശേഷങ്ങളിലേക്ക്. നാട്ടിലെന്തുണ്ട്? വയനാട് മേപ്പാടിയിൽ 71കാരന്റെ ജീവനെടുത്ത കാട്ടാനയെ ഉൾവനത്തിലേക്ക് തുരത്താനുള്ള ദൗത്യം തുടരുന്നു. രാവിലെ കുങ്കി ആനകളെ വെച്ചുള്ള തെരച്ചിൽ പുനരാരംഭിക്കും. അക്രമകാരിയായ കാട്ടാനയെ ഇന്നലെ നടത്തിയ തെരച്ചിലിൽ കണ്ടെത്താനായില്ല. വിവരങ്ങളുമായി ഷംന ചേരുന്നു. ഷംന, ഈ കുങ്കിയാനകളുടെ സാന്നിധ്യം മനസ്സിലാക്കി ആന വനമേഖലയിലേക്ക് തിരികെ പോയിട്ടുണ്ടാവുമോ? എന്താണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങൾ? എങ്ങനെയൊക്കെയാണ് അന്വേഷണം, ഈ തെരച്ചിൽ പുരോഗമിക്കുന്നത്? ശ്രീജ, 2 ദിവസം മുൻപാണ് എരുമക്കൊല്ലിയിൽ അറുമുഖൻ എന്ന വയോധികൻ കൊല്ലപ്പെടുന്നത്. അന്ന് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. കാരണം സ്ഥിരമായ കാട്ടാന സാന്നിധ്യമുള്ള ഒരു മേഖലയാണ്. ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള ഒരു സൗകര്യങ്ങളോ ഒരു സുരക്ഷാ മുൻകരുതലുകളോ ഭാഗത്ത് ഇല്ല. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ജീവന് സുരക്ഷ ഉറപ്പുവരുത്തുന്ന നടപടികളിലേക്ക് അധികൃതർ കടക്കണം. കാട്ടാനയെ മയക്കുവെടി അടക്കം വെക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം അന്ന് തന്നെ മേഖലയിൽ ഉണ്ടായതാണ്. അതിനുശേഷമാണ് വനം മന്ത്രി അടക്കം ഈ മേഖലയിൽ കുങ്കിയാനകളെ എത്തിക്കുമെന്നും ഈ കാട്ടാന പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുമെന്നും ഉറപ്പു നൽകിയത്. അങ്ങനെ മുത്തങ്ങയിൽ നിന്നും 2 കുങ്കിയാനകളെയാണ് മേഖലയിൽ എത്തിച്ചിട്ടുള്ളത്. ഇന്നലെ വ്യാപകമായ തെരച്ചിൽ നടന്നിരുന്നു. RRT സംഘത്തിന്റെയും കുങ്കിയാനകളുടെയും നേതൃത്വത്തിൽ വളരെ വ്യാപകമായി തന്നെ തെരച്ചിൽ നടന്നെങ്കിലും മേഖലയിൽ ഈ കാട്ടാനയെ കണ്ടെത്താൻ സാധിച്ചില്ല. ഇന്നും തെരച്ചിൽ തുടരും. ഈ കുങ്കിയാനകളെ ഉപയോഗിച്ചുള്ള ഈ ആനയെ ഉൾവനത്തിലേക്ക് തുരത്താനുള്ള ഒരു നടപടി അത് സാധ്യമായില്ലെങ്കിൽ മാത്രമായിരിക്കും മറ്റ് ഈ മയക്കുവെടി അടക്കം വെക്കുന്നതിലേക്കുള്ള നടപടികളിലേക്ക് അധികൃതർ കടക്കുക. പക്ഷെ അതിന് നേരത്തെ പറഞ്ഞതുപോലെ ഈ കാട്ടാനയെ മേഖലയിൽ കണ്ടെത്തേണ്ടതുണ്ട്. അതിനായുള്ള തെരച്ചിലാണ് ഇന്ന് പുരോഗമിക്കുന്നത്. ഇന്നലെ വളരെ സജീവമായി തന്നെ രാവിലെ മുതൽ തെരച്ചിലുണ്ടായിരുന്നു. ഇന്നും അത്തരത്തിലുള്ള തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ആദ്യഘട്ടത്തിൽ ഈ അറുമുഖന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്ന് രാത്രി ഏറെ വൈകിയും വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. പിന്നീട് ഇതിനൊരു ശാശ്വത പരിഹാരം കാണുമെന്ന ഉറപ്പിലാണ് നാട്ടുകാർ പിരിഞ്ഞു പോയത്. ഇപ്പോൾ വീണ്ടും മേഖലയിൽ നാട്ടുകാരുടെ ഒരു പ്രതിഷേധം ഉടലെടുക്കുന്ന സാഹചര്യമുണ്ട്. കാരണം ഈ വയനാട്ടിൽ മാത്രം കഴിഞ്ഞ 2 മാസത്തിനിടെ വയനാട്ടിൽ 3 പേരാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ 9 മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ 14 പേരോളം ഈ വയനാട്ടിൽ മാത്രം കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ തങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ, സുരക്ഷ ഇത് ഉറപ്പാക്കുന്നത് വരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ നാട്ടുകാർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും കുങ്കിയാനകളെ എത്തിച്ചുകൊണ്ടുള്ള ഈ വ്യാപക തെരച്ചിലും വനമേഖലയിലേക്ക് തുരത്താനുള്ള നടപടികളും പുരോഗമിക്കുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശരി, ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. ആന വനമേഖലയിലേക്ക് തന്നെ മാറിയിട്ടുണ്ടാകുമെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഉള്ളത്. ഈ കാട്ടാനയെ തുരത്താനുള്ള ദൗത്യം തുടരുകയാണ്. കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി സംവിധായകർ അറസ്റ്റിൽ. സംവിധായകരായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവരെയാണ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത്. ഒപ്പമുണ്ടായിരുന്ന
ഷാലിഫ് മുഹമ്മദ് എന്നയാളെയും എക്സൈസ് അറസ്റ്റ് ചെയ്തു. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, മലയാള സിനിമയിലെ കഞ്ചാവ് ഉപയോഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ ലഹരിയുടെ വലയെക്കുറിച്ചൊക്കെ ഒരുപാട് നമ്മൾ സംസാരിച്ചതാണ്. പക്ഷേ ഇതാദ്യമായി 2 സംവിധായകർ, അതും വളരെ സജീവമായ പ്രമുഖ സംവിധായകരെ കഞ്ചാവുമായി പിടികൂടിയിരിക്കുന്നു. കഞ്ചാവിന്റെ അളവ് കുറവായതുകൊണ്ട് ഒരുപക്ഷെ അവർക്ക് ജാമ്യം കിട്ടിയിരിക്കാം. പക്ഷേ ഈ കഞ്ചാവ് എങ്ങനെ വന്നു, എത്രത്തോളം വിപുലമാണ് ഇവരുടെ ശൃംഖല എന്നൊക്കെ അറിയേണ്ടതുണ്ട്. എന്താണ് നമുക്ക് കിട്ടുന്ന ആദ്യ വിവരങ്ങൾ? ഈ പുലർച്ചെ സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നും ഈ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും കഞ്ചാവുമായി അറസ്റ്റിലാവുന്നത്. ശ്രീജ സൂചിപ്പിച്ചതുപോലെ 1.6 ഗ്രാം കഞ്ചാവാണ്, ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തിട്ടുള്ളത്. അളവ് വളരെ കുറവായതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ജാമ്യത്തിൽ ഇവരെ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒപ്പം മറ്റൊരാളെ കൂടി സംവിധായകർ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയുമാണ് കഞ്ചാവുമായി പിടിയിലായത്. തുടർന്ന് ഇവരെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുകയാണ്. ഷാലിഫ് മുഹമ്മദ് എന്നൊരാൾ കൂടി ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. കൊച്ചിയിലെ ഗോശ്രീ പാലത്തിന് സമീപമുള്ള ഇവരുടെ ഫ്ളാറ്റിലാണ് ഇന്ന് പുലർച്ചെ 2:30 നടത്തിയ പരിശോധനയിൽ ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. നേരത്തെ ഷൈൻ ടോം ചാക്കോ ഉള്ള മുറിയിലേക്ക് എക്സൈസ് പരിശോധനയ്ക്കായി എത്തിയപ്പോൾ ഷൈൻ ടോം ചാക്കോ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കയ്യിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ആ സമയത്ത് പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇത് അങ്ങനെയല്ല, കഞ്ചാവുമായി തന്നെ ഇരുവരെയും പിടികൂടിയിരിക്കുന്നു. ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത ആലപ്പുഴ ജിംഖാന തിയേറ്ററുകളിലൊക്കെ ഇപ്പോഴും നിറഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഖാലിദ് റഹ്മാനെ പോലൊരു സംവിധായകൻ കഞ്ചാവുമായി പിടിയിലാവുന്നത്. ആജ്ഞ രവീന്ദ്രൻ തുടരുന്നുണ്ട്. ആജ്ഞ, പറഞ്ഞോളൂ. പുലർച്ചെ എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് സംവിധായകരിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നാണ് പിടിയിലായിട്ടുള്ളത്. ഈ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയ്ക്കും ഒപ്പം ഷാലിഫ് മുഹമ്മദ് എന്നൊരാളെ കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവര് 3 പേരെയും 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തിട്ടുള്ളത്. അത് ഈ പറഞ്ഞതുപോലെ കഞ്ചാവിന്റെ അളവ് വളരെ കുറവായത് കൊണ്ട് തന്നെ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട്. ശരി സൂചിപ്പിച്ചതുപോലെ തമാശ, അതുപോലെ ഭീമന്റെ വഴി എന്നീ സിനിമകളുടെ സംവിധായകനാണ് അഷ്റഫ് ഹംസ. അതുപോലെ ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആലപ്പുഴ ജിംഖാനയിൽ തല്ലുമാലി എന്നൊക്കെ സംവിധാനം ചെയ്ത ആളാണ് ഖാലിദ് റഹ്മാൻ. ഇപ്പോൾ സിനിമാ രംഗത്തെ ലഹരി ഉപയോഗത്തിന്റെ ഉപയോഗം കൂടി വരുന്നതിന്റെ സാഹചര്യത്തിൽ തന്നെ ഫെസ്ക ഉൾപ്പെടെ ഫിലിം ചേംബർ ഉൾപ്പെടെയുള്ള സംഘടനകൾ വിവിധ നടപടികളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ സംവിധായകർ കഞ്ചാവുമായി പിടിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സംവിധായകരെ എന്നുള്ള നിലയിൽ ആദ്യമായാണ് സിനിമാ മേഖലയിൽ 2 പേരെ കഞ്ചാവുമായി പിടികൂടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഫിലിം ചേംബറിന്റെ കീഴിലുള്ള 7 സംഘടനകൾക്ക് കർശനമായ നിർദ്ദേശവും മറ്റും നൽകിയിരിക്കുന്ന സാഹചര്യം കൂടിയാണ്. ഇവരാരെങ്കിലും ഇത്തരത്തിലുള്ള സംഘടനകളിലെ ഫെസ്കയുടെ ഭാഗമാണോ എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയില്ല. എന്നിരുന്നാൽ പോലും ഈ പറഞ്ഞതുപോലെ തിയേറ്ററിൽ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ സംവിധായകനാണ് ഇപ്പോൾ ഈ ഒരു വിവാദത്തിലേക്ക് പെടുന്നത് എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്. എന്തായാലും വരും മണിക്കൂറുകളിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുലർച്ചെ ഉണ്ടായ റെയ്ഡിലാണ് ഇവരിൽ നിന്നും ഫ്ളാറ്റിൽ നിന്നും കഞ്ചാവ് പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത്. ശ്രീജ, വളരെ പ്രമുഖനായ സംവിധായകൻ, ജനപ്രിയനായ സംവിധായകൻ ഖാലിദ് റഹ്മാനും ഒപ്പം അഷ്റഫ് ഹംസ, തമാശയും ഭീമന്റെ വഴിയും പോലെയുള്ള വളരെ ശ്രദ്ധേയമായ സിനിമകൾ സംവിധാനം ചെയ്ത അഷ്റഫ് ഹംസയുമാണ് ഇപ്പോൾ പിടിയിലായത്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇവരെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നാണ് പിടികൂടിയത്. ആ ഫ്ളാറ്റിൽ പുലർച്ചെ 2:30 എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് എത്തി പരിശോധന നടത്തിയത്. 2 മണിക്കൂറോളം പരിശോധന നീണ്ടു. ആ പരിശോധനയിലാണ് 1.6 ഗ്രാം, അതൊരു ചെറിയ അളവാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് ജാമ്യം ലഭിച്ചു. പക്ഷേ ഇതിൽ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ശൃംഖലയെക്കുറിച്ചാണ്. ഇത്ര സജീവമായി ജോലി ചെയ്യുന്ന സംവിധായകർ അല്ലെങ്കിൽ ഇത്ര ശ്രദ്ധേയരായ സംവിധായകർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ സെറ്റുകൾ എല്ലാം സംശയത്തിൻ്റെ നിഴലിലേക്ക് ഒരിക്കൽ കൂടി പോകും. അങ്ങനെയാണെങ്കിൽ ഇത് കൂടുതൽ വലിയ പരിശോധനകളിലേക്ക് പോകേണ്ടതുണ്ട്.
എവിടെ നിന്ന് ഈ ലഹരി എത്തി, ആരാണ് ഇവർക്ക് ലഹരി എത്തിച്ചത്, ഇതൊക്കെ അറിയേണ്ടതുണ്ട്. ആ രീതിയിലുള്ള അന്വേഷണം ഇനി ആവില്ല ഇനി നടക്കുക? തീർച്ചയായിട്ടും ശ്രീജ, കാരണം നേരത്തെ തന്നെ എക്സൈസ് വകുപ്പ് മന്ത്രി ഇക്കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരുന്നു. കാരണം സിനിമയിൽ ലഹരി ഉപയോഗം കൂടി വരുന്ന സാഹചര്യത്തിൽ സിനിമാ സെറ്റുകൾ അത്ര പവിത്രമൊന്നുമല്ല, അതിലെ പരിശോധനയിൽ നിന്ന് മാറ്റി നിർത്താൻ എന്നൊരു കാര്യം കൂടി ഇതുകൂടി വ്യക്തത ഉണ്ടാക്കി. അതായത് കൂടുതൽ വ്യാപകമായ പരിശോധനകൾ സിനിമാ മേഖലയിൽ ഉണ്ടാകും എന്നുള്ള സൂചനയായിരുന്നു അന്ന് അദ്ദേഹം തന്നത്. അത് തന്നെയാണ് വ്യക്തമാകുന്നതും. ഇത് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ചെറിയ അളവാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്ന ആളുകളെക്കെതിരെ നടപടി വേണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ സിനിമാ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തണം തുടങ്ങിയ ചർച്ചകളൊക്കെ സജീവമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ജനപ്രിയനായ ഒരു സംവിധായകൻ കൂടി ഇതിന്റെ ഭാഗമായി വരുന്നത്. അത് മാത്രമല്ല, ഇത് ഒരു വലിയ അതായത് സിനിമ പോലെയുള്ള ഇടങ്ങളിൽ അത് നേരത്തെ തന്നെ നമുക്കറിയാം, അത് ഷൈൻ ടോം ചാക്കോയെ തന്നെ കേന്ദ്രീകരിച്ച് വരുന്ന ഒരു സാഹചര്യം, ഷൈൻ ടോം ചാക്കോയുമായി പറ്റിയുള്ള വിവാദങ്ങളും വിൻസി ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയിരുന്ന വെളിപ്പെടുത്തലുകളും ഒക്കെ ഇതിന്റെ ഭാഗമായി തന്നെ നിറഞ്ഞ ചർച്ചയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ സംവിധായകരുടെ കയ്യിൽ നിന്ന് കൂടി ലഹരി പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമുള്ളത്. പക്ഷേ ഈ പരിശോധന കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇങ്ങനെ കൂടുതൽ ഇടങ്ങളിൽ നിന്ന് ലഹരി കണ്ടെത്തുന്നതും അതല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന പുതിയ കാര്യം. കാരണം ഒരാളുടെ മറയാക്കി ഷൈൻ ടോം ചാക്കോ തന്നെ നേരത്തെ പറഞ്ഞത് സിനിമാ മേഖലയിൽ ഒരുപാട് പേർ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, അതെന്നെ മറയാക്കുകയാണ്, അതല്ലെങ്കിൽ എന്നെ ഇരയാക്കിയ ശേഷം മറ്റുള്ളവർ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് എന്നുള്ള തരത്തിൽ തന്നെയുള്ള ഇത് ഷൈൻ ടോം ചാക്കോ നേരത്തെ പോലീസിനോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റിന്റെ ഭാഗമായി ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി വെളിപ്പെടുത്തിയിരുന്നതാണ്. ആ ഒരു കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയാണ്. കൂടുതൽ ആളുകൾ, അത് പ്രത്യേകിച്ച് പ്രമുഖരായ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുന്ന സാഹചര്യം, ഇതുമായി ബന്ധപ്പെട്ട കഞ്ചാവുമായി ലഹരി ഉൾപ്പെടെ പിടികൂടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ശ്രീജ, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെയും തിരുവനന്തപുരത്ത് ഒരു സിനിമാ സെറ്റിലും ഇതുപോലെ പരിശോധന നടത്തി, അവിടെയും കഞ്ചാവ് പിടികൂടി. പക്ഷെ അപ്പോഴുമുണ്ടായ ഒരു പ്രത്യേകത, അത് കുറഞ്ഞ അളവിലായതുകൊണ്ട് അതിൽ കൂടുതൽ നടപടികളിലേക്ക് പോകാൻ, കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും കൂടുതൽ നടപടികളിലേക്ക് പോകാനായിരുന്നില്ല. ഇപ്പോൾ 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായാണ് രണ്ട് സംവിധായകരും പിടിയിലായത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, മലയാള സിനിമയിൽ വളരെ സജീവമായി നിൽക്കുന്ന രണ്ട് സംവിധായകരാണ് ഇപ്പോൾ ഇറങ്ങിയ ആലപ്പുഴ ജിംഖാന, തല്ലുമാല, ഉണ്ട, അനുരാഗ കരിക്കിൻ വെള്ളം, അങ്ങനെ ശ്രദ്ധേയമായ സിനിമകൾ ചെയ്ത് വളരെ സജീവമായി സിനിമയിൽ നിൽക്കുന്ന സംവിധായകൻ ഖാലിദ് റഹ്മാൻ, ഒപ്പം അഷ്റഫ് ഹംസിയും സമാന രീതിയിൽ വളരെ ശ്രദ്ധേയനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണം നടക്കും. ഇവർ സംഘടനയുമായി വളരെ വലിയ അടുപ്പം പുലർത്തുന്ന ആളുകളല്ല, FFK ഉൾപ്പെടെയുള്ള സംഘടനയുമായി. പക്ഷേ സംഘടനയ്ക്ക് നടപടി എടുക്കേണ്ടി വരും, സംഘടന സംസാരിക്കേണ്ടി വരും ഈ വിഷയത്തിൽ. അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് ഈ ദിവസം പുലരുമ്പോൾ കൂടുതൽ കടന്നു ചെല്ലാം. മറ്റു വാർത്തകളിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇടുക്കിയുടെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിനടുത്തുള്ള ചിത്തിരപുരവും സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാവുകയാണ്. മൂന്നാർ പോലെ തന്നെ മനോഹരമായ ചിത്തിരപുരം ചരിത്ര പ്രസിദ്ധവും കൂടിയാണ്. ഇടുക്കിയുടെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിന്റെ അടുത്തു കിടക്കുന്ന പ്രദേശമാണ് ചിത്തിരപുരം. തേയിലക്കാടുകൾ നിറഞ്ഞ ചിത്തിരപുരത്തിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. മൂന്നാറിനും പള്ളിവാസലിനുമൊപ്പം ചിത്തിരപുരവും വിനോദസഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സന്ദർശകർക്ക് താമസിക്കുവാനായി ഹോം സ്റ്റേകളും റിസോർട്ടുകളും എല്ലാം ചിത്തിരപുരത്തുമുണ്ട്. ചിത്തിരപുരത്തിന് വളരെയധികം ചരിത്ര പ്രാധാന്യം നമുക്ക് കാണുവാൻ സാധിക്കും. ചിത്തിരപുരത്തിൻ്റെ ചരിത്ര പ്രാധാന്യം, ഇവിടെ ചിത്തിര തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് പണി കഴിക്കപ്പെട്ടിട്ടുള്ള പവർ ഹൗസാണ്. അതിൻ്റെ സ്മരണയ്ക്കായി ഒരു സ്മാരകം ഇവിടെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ അതോടൊപ്പം തന്നെ വിനോദസഞ്ചാരികൾക്കായിട്ട് നിരവധി ഹോം സ്റ്റേകളും ഹോട്ടലുകളും ഒക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ നിരവധി കാഴ്ചകൾ, ചരിത്രമുറങ്ങുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന സ്ഥലമാണ് ചിത്തിരപുരം. കേരള ചരിത്രത്തിലെ ഏറെ പ്രാധാന്യമുള്ള പ്രദേശം കൂടിയാണ് ഇടുക്കി ജില്ലയിലെ ചിത്തിരപുരം.
കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ജലവൈദ്യുതി പദ്ധതി രാജഭരണകാലത്താണ് നടപ്പാക്കിയത്. സാമൂഹ്യ ആരോഗ്യ കേന്ദ്രവും സർക്കാർ സ്കൂളുകളും ഒക്കെയുള്ള ചിത്തിരപുരത്ത് മഞ്ഞുമൂടിയുള്ള അന്തരീക്ഷം ഏറെ ആകർഷണീയമാണ്. മൂന്നാറിന്റെ തൊട്ടടുത്ത സ്ഥലമാണെങ്കിലും മൂന്നാറിനേക്കാൾ ചൂടേറിയ പ്രദേശമാണ് ചിത്തിരപുരം. ഒഴിവുകാലമായതോടെ സന്ദർശകരുടെ തിരക്ക് ഇവിടെയും വർദ്ധിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. കഴിഞ്ഞില്ല ഇടുക്കിയിൽ നിന്നുള്ള മനോഹരമായ മറ്റൊരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. അടുത്തതായി കുടപ്പനകൾ ഇങ്ങനെ കൂട്ടമായി നിൽക്കുന്ന ഒരു ഗ്രാമമുണ്ട് ഇടുക്കിയിൽ. വെള്ളത്തൂവൽ പഞ്ചായത്തിന്റെ ഭാഗമായ പനംകൂട്ടിയാണ് കുടപ്പനകളുടെ നാട് എന്നറിയപ്പെടുന്നത്. പേരുകൾ കൊണ്ട് തന്നെ പ്രസിദ്ധിയായ ഈ പനംകൂട്ടിയിലെ പ്രധാന കാഴ്ച ദേശീയപാതയ്ക്ക് സമീപമുള്ള മലഞ്ചെരുവിലെ ഈ കുടപ്പനകളാണ്. അടിമാലി കുമളി ദേശീയപാതയിൽ കല്ലാർകൂട്ടിക്കും പാബ്ലിക്കും മധ്യേയുള്ള കാഴ്ചയാണ് കൂട്ടമായി നിൽക്കുന്ന കുടപ്പനകൾ. പനകൾ തിങ്ങി നിൽക്കുന്ന പ്രദേശമായതിനാൽ ഇവിടം പനംകൂട്ടി എന്നാണ് അറിയപ്പെടുന്നത്. ഹൈറേഞ്ചിലെ കുടിയേറ്റ കാലത്ത് വീടുകളും ഷെഡുകളും നിർമ്മിക്കാൻ കുടപ്പനയുടെ ഓലയാണ് ഉപയോഗിച്ചിരുന്നത്. ജില്ലയ്ക്ക് പുറത്തേക്കും ഇവിടെ നിന്ന് പനയോലകൾ ധാരാളമായി കയറിപ്പോയിരുന്നു. ചാവക്കാട്, വിഴിഞ്ഞം പോലെയുള്ള തീരദേശങ്ങളിലെ മുക്കുവ കുടിലുകൾ നിർമ്മിക്കുന്നതിനായി പനംകൂട്ടിയിൽ നിന്ന് പനയോലകൾ ധാരാളമായി കയറിപ്പോയിരുന്ന കാലം നാട്ടുകാർ ഓർമ്മിക്കുന്നു. പനംകുട്ടി എന്നത് ഇടുക്കി ജില്ലയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാമങ്ങളിൽ ഒന്ന് തന്നെയാണ്. നമുക്കറിയാം, ഈ പ്രദേശത്ത് പനകൾ കൊണ്ട് അതിസമ്പൽ സമൃദ്ധമായ ഒരു മേഖലയാണ് ഈ പനംകുട്ടി പ്രദേശം. ഈ പനംകുട്ടി പ്രദേശത്ത് ഉണ്ടായിട്ടുള്ള പനയോലകൾ, കുടപ്പനയോലകൾ ഈ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള കടലോര മേഖലകളിൽ മുക്കുവന്മാർ വീട് വയ്ക്കുന്നതിനുൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി ഇവിടുന്ന് വെട്ടി അവിടെ കൊണ്ടുപോയി ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിലെല്ലാം ഈ പ്രദേശത്തെ ഈ പനകൾ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്ന് തന്നെയാണ് എന്ന് തന്നെയാണ്. ഹൈറേഞ്ചിൽ ഭക്ഷണത്തിന് ദാരിദ്ര്യം നേരിട്ടിരുന്ന കാലത്ത് കുടിയേറ്റ കർഷകരും പഴയ തലമുറയിൽപ്പെട്ടവരുമെല്ലാം മൂപ്പെത്തിയ പനകൾ വെട്ടി പൊട്ടിച്ച് പനനൂർ ശേഖരിച്ച് ഭക്ഷ്യവസ്തുവായും ഉപയോഗിച്ചിരുന്നു. പ്രായമെത്തിയ പനകൾ കുറെയെല്ലാം നശിച്ചുപോയെങ്കിലും പനംകൂട്ടിയിൽ ഇപ്പോഴും ധാരാളം കുടപ്പനകൾ വളർന്നു നിൽപ്പുണ്ട്. അടിമാലി കുമളി ദേശീയ പാതയിലൂടെ യാത്ര ചെയ്യുന്നവരും പനംകൂട്ടിയിലെത്തുമ്പോൾ മറുഭാഗത്ത് കുന്നിൻ ചെരുവിൽ കൂട്ടമായി നിൽക്കുന്ന കുടപ്പനകൾ അല്പനേരം നോക്കി നിൽക്കാറുണ്ട്. ന്യൂസ് 18 ഇടുക്കി. 4 വയസ്സുകാരന്റെ മരണത്തെ തുടർന്ന് അടച്ചിട്ട കോന്നി ആനക്കൂട് മെയ് 1 മുതൽ തുറന്ന് പ്രവർത്തിക്കും. സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിയ ശേഷമാണ് ആനക്കൂടിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്നത്. KU ജനീഷ് കുമാർ MLAയുടെയും വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ നടന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. 4 വയസ്സുകാരൻ അഭിരാമിന്റെ മരണത്തെ തുടർന്ന് അടച്ചിട്ട കോന്നി ആനക്കൂട്ടിലെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കി മെയ് 1 മുതൽ തുറന്നു പ്രവർത്തിക്കും. KU ജനീഷ് കുമാറിന്റെ അധ്യക്ഷത ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. അഭിരാമിന്റെ മരണത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി. ആനക്കൂട്ടിലെ സുരക്ഷാ സംവിധാനങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാത്തതിനാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചതെന്ന് KU ജനീഷ് കുമാർ MLA പറഞ്ഞു. ഈ ഫീൽഡിലുള്ള സ്റ്റാഫുകൾക്കാണ് വീഴ്ച പറ്റിയിട്ടുള്ളത്. അത് കണ്ടെത്തേണ്ടത് ഫീൽഡിലുള്ള സ്റ്റാഫുകളാണ്. അതാണല്ലോ അപകടത്തിന് കാരണമായത്. ഇനിയും അവിടെ ഇത് ഇളകി നിൽക്കുന്നു എന്ന വിവരം ആർക്കും റിപ്പോർട്ട് അവർ ചെയ്തിട്ടില്ല. അവരത് മാറ്റേണ്ടിയില്ല. ആ വിവരം എന്നാൽ ഹയർ ഓഫീസർമാർക്ക് റിപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഹയർ ഓഫീസർമാർക്ക് ഈ കാര്യത്തിൽ ലയബിലിറ്റി ഉള്ളൂ. സ്വാഭാവികമായിട്ടും അതും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ഫീൽഡ് ഓഫീസർമാരുടെ മുകളിൽ ഫീൽഡ് ഒന്ന് പരിശോധിക്കേണ്ട ആള് ചുമതലയുള്ള RO ആയിരുന്നു. ROയ്ക്കും വീഴ്ച പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ROയും ബോധപൂർവ്വ വീഴ്ചയല്ല, ROയും സ്ഥലം മാറ്റിയിട്ടുള്ളത്. മറ്റുള്ളവരുടെ വീഴ്ച ബോധപൂർവമാണെന്ന അഭിപ്രായമില്ല. നിലവിൽ അപകടകരമായുള്ള ആനക്കൂട്ടിലെ കോൺക്രീറ്റ് തൂണുകൾ പൊളിച്ചു നീക്കും, മരച്ചില്ലകളും മുറിച്ചു മാറ്റും. ആനക്കൂടിനെ 6 സോണുകളായി തിരിച്ച് സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തും. 3 മാസത്തിലൊരിക്കൽ ഇക്കോ ടൂറിസം സെന്ററിൽ സുരക്ഷാ ഓഡിറ്റ് നടത്താനും ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചു. അഭിരാമിന്റെ കുടുംബത്തിന് ധനസഹായം നൽകും. അവലോകന യോഗത്തിൽ വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ന്യൂസ് 18 പത്തനംതിട്ട. കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ഉന്നമനത്തിനായി സമ്മർ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഉപ്പുതറ സെയിന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കുട്ടികൾക്കായി സമ്മർ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. അവധിക്കാലം കുട്ടികൾക്ക് ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലാണ് ഉപ്പുതറ സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമ്മർ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചത്. അമിത മൊബൈൽ ഫോൺ ഉപയോഗത്തിൽ നിന്നും കുട്ടികളെ പിന്തിരിപ്പിക്കുവാനും മദ്യം, മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ളവയിൽ ചെന്നുപെടാതെ കുട്ടികളെ കരുതലോടെ അവധിക്കാലം ചെലവഴിക്കുവാൻ അവസരമുണ്ടാക്കുകയുമാണ്
ക്യാമ്പ് ലക്ഷ്യമിടുന്നത്. രാവിലെ മുതൽ 9:30 മുതൽ 11:30 വരെയാണ് കോച്ചിങ് ക്യാമ്പ്. അപ്പോൾ ആ സമയം കുട്ടികളെ വീടുകളിലാണെങ്കിൽ പേരൻസിന് ഒത്തിരി ഒരു വീടുകളിൽ കുട്ടികളെ നിയന്ത്രിക്കുന്നതിന് ഇപ്പോൾ പരിധി ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെയുള്ള കളികളിൽ ഏർപ്പെടുമ്പോൾ അവർ മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒത്തിരി റിലാക്സ് ചെയ്യാനും അതുപോലെ തന്നെ പിന്നീട് ആണെങ്കിലും കുട്ടികൾക്ക് പഠനത്തിൽ ഏർപ്പെടാനും എല്ലാം ഉള്ള ഒരു പ്രചോദനം ഇതിൽ നിന്ന് കിട്ടുന്നു. ഏപ്രിൽ 7 ആരംഭിച്ച ക്യാമ്പ് മെയ് 30 വരെ തുടരും. ആൺകുട്ടികളും പെൺകുട്ടികളുമായി 120 പേരാണ് പരിശീലനം തേടുന്നത്. ഫുട്ബോൾ അസോസിയേഷന്റെയും മറ്റ് അംഗീകൃത ക്ലബ്ബുകളുടെയും അംഗീകാരത്തോടെ പരിശീലനം സിദ്ധിച്ചവരാണ് കുട്ടികൾക്ക് പരിശീലനം നൽകി വരുന്നത്. പരിശീലനത്തിൽ മികവ് തെളിയിക്കുന്ന കുട്ടികളെ ജില്ലാ സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കാനാണ് സ്കൂൾ അധികൃതരുടെ തീരുമാനം. ന്യൂസ് 18 ഇടുക്കി. വർക്കല പാപനാശം കടൽ തീരത്ത് പിതൃതർപ്പണം ചെയ്യുന്നതിന് സമീപത്തായി കടലിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കുന്നതായി പരാതി. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെ രൂക്ഷമായ ദുർഗന്ധം വന്നപ്പോഴാണ് നാട്ടുകാർ ഇക്കാര്യം ശ്രദ്ധിച്ചത്. വർക്കല ക്ഷേത്രക്കുളത്തിന് സമീപത്തു നിന്ന് ഒഴുകി പാപനാശം കടലിൽ പതിക്കുന്ന തണ്ണീർത്തടത്തിലാണ് കക്കൂസ് മാലിന്യം ഒഴുക്കിവിടുന്നത്. ഇതിനു മുമ്പും പലതവണ ഇങ്ങനെ ഉണ്ടാവുകയും നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് നഗരസഭ നടപടി കൈക്കൊള്ളുകയും ചെയ്തിരുന്നു. എന്നാൽ കക്കൂസ് മാലിന്യം ഈ നീർച്ചാലിലേക്ക് ഒഴുക്കിവിടുന്ന പൈപ്പ് ഉൾപ്പെടെയുള്ള സാങ്കേതിക സംവിധാനങ്ങൾ നീക്കം ചെയ്യാൻ നഗരസഭ മുതിർന്നില്ല. ചെറുകിട ജലസേചന വകുപ്പിന്റെ കീഴിലുള്ള ഈ തണ്ണീർത്തടത്തിലൂടെ ഒഴുകി വരുന്ന മലിനജലം വർക്കല പാപനാശം കടൽ തീരത്ത് കൂടി ഒഴുകി കടലിൽ പതിക്കുകയാണ്. കടൽ തീരത്തെ മണൽ കീറി മുറിച്ച് കടലിലേക്ക് പതിക്കുന്ന കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള ഈ മലിനജലത്തിലാണ് വിനോദസഞ്ചാരത്തിന് എത്തുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ കൈകാലുകൾ കഴുകുന്നതും മുഖം കഴുകുന്നതുമെല്ലാം. ഇത് ഉപയോഗശൂന്യമായ മലിനജലമാണെന്നും ഇത് ഉപയോഗിക്കരുതെന്നുമുള്ള മുന്നറിയിപ്പ് ബോർഡ് പോലും വർക്കല നഗരസഭയോ ടൂറിസം പോലീസോ സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതാണ് വിഷമകരമായ യാഥാർത്ഥ്യം. ഈ നീരുറവയുടെ ഉദ്ഭവസ്ഥാനം മുതൽ പാപനാശം കടൽ തീരം വരെയുള്ള ഏകദേശം 500 മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് ടണൽ നിർമ്മിച്ച് അതിലൂടെ കടത്തിവിട്ടാൽ മാത്രമേ ഇതിന് കൃത്യമായ പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇല്ലാത്ത പക്ഷം പുണ്യതീർത്ഥമായി കണ്ട് ജനങ്ങൾ ഉപയോഗിക്കുന്ന ജലം പകർച്ചവ്യാധി പരത്തുമെന്ന ആശങ്ക ഉയരുന്നുണ്ട്. ന്യൂസ് 18 വർക്കല. പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റ് നവീകരണം കച്ചവടക്കാരെ സംരക്ഷിക്കാതെ എന്ന ആരോപണം. നഗരസഭയുടെ നിലപാടിനെതിരെ കച്ചവടക്കാർ ഹൈക്കോടതിയെ സമീപിക്കുകയും കോടതി ഉത്തരവ് നഗരസഭ പാലിക്കുന്നില്ല എന്നുമാണ് ഇവിടുത്തുകാരുടെ ആരോപണം. പുനരധിവാസം വ്യാപാരികളുമായി കൂടിയാലോചന നടത്താതെയാണെന്നതാണ് പ്രധാന ആരോപണം. പുനലൂർ ശ്രീരാമവർമ്മപുരം ചന്ത നവീകരിക്കുന്നതിനായി ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികളുമായി നഗരസഭ അടിയന്തര കൂടിയാലോചന നടത്തണമെന്നും കച്ചവടക്കാർ ആവശ്യപ്പെട്ടു. വ്യാപാരികൾക്ക് താൽക്കാലികമായി കച്ചവടം തുടരുന്നതിന് സമീപത്തെ സ്വകാര്യ ഭൂമികൾ പാട്ടത്തിനെടുക്കുകയോ ചന്തയിൽ തന്നെ ഷെഡ് നിർമ്മിച്ചു നൽകുകയോ വേണമെന്നുള്ള കച്ചവടക്കാരുടെ ആവശ്യം നഗരസഭ ചെവിക്കൊണ്ടില്ലെന്നും പരാതിയുണ്ട്. ചന്തയുടെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് ഉറപ്പില്ലാത്തതിനാലാണ് വ്യാപാരികൾ ആശങ്കാകുലരാകുന്നത്. പുനലൂർ ടൗൺ ഹാൾ, 7 നില ഷോപ്പിംഗ് കോംപ്ലക്സ്, എക്സൈസ് കോംപ്ലക്സ്, മൃഗാശുപത്രി എന്നീ സ്ഥാപനങ്ങളുടെ നിർമ്മാണം നഗരസഭ ആരംഭിച്ച് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെയും പൂർത്തിയാക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ചന്തയിൽ നിന്നൊഴിയുന്നതിന് വ്യാപാരികൾക്ക് മതിയായ സമയവും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. DMKയുടെ നേതൃത്വത്തിൽ വ്യാപാരികൾ കോടതിയെ സമീപിച്ചാണ് ഉത്തരവ് നേടിയെടുത്തത്. ഈ പശ്ചാത്തലത്തിൽ വ്യാപാരികളുടെ ലൈസൻസ് പുതുക്കി നൽകാത്ത നടപടി നഗരസഭ പുനഃപരിശോധിക്കണമെന്ന് DMK ജില്ലാ ജനറൽ സെക്രട്ടറി രജിരാജ് ആവശ്യപ്പെട്ടു. ന്യൂസ് 18 പുനലൂർ. പാലക്കാട് തൃത്താല കാഞ്ഞിരത്താണി കൊള്ളന്നൂരിലെ ചോലക്കുളം അധികൃതരുടെ അനാസ്ഥയിൽ നശിക്കുന്നുവെന്ന ആക്ഷേപം. വെള്ളമുണ്ടെങ്കിലും പായലും പുല്ലും നിറഞ്ഞ് ആർക്കും ഉപകാരമില്ലാതെ കിടക്കുകയാണ്. ജലസംരക്ഷണവും നീന്തൽ പരിശീലനത്തിനുമായി ലക്ഷങ്ങൾ വകയിരുത്തുന്നുണ്ടെങ്കിലും അതൊന്നും നടപ്പാവുന്നില്ല. പാലക്കാട് കപ്പൂർ പഞ്ചായത്തിലെ കാഞ്ഞിരത്താണി വാർഡിലെ ചോലക്കുളമാണ് അധികൃതരുടെ അനാസ്ഥ മൂലം നാശത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഭരണസമിതി കാലത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുളത്തിലെ പായലും ചെളിയും നീക്കം ചെയ്തിരുന്നു. പിന്നീട് സംരക്ഷണം ഇല്ലാതായതോടെയാണ് വീണ്ടും ജീർണാവസ്ഥയിലായത്. ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുളം നവീകരിക്കാൻ ജില്ലാ പഞ്ചായത്ത് 30 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. എന്നാൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാകുന്നതോടെ ജലസംരക്ഷണത്തിനൊപ്പം നീന്തൽ പരിശീലനത്തിനും ഏറെ ഉപകാരപ്രദമാകുമെന്നാണ് പ്രതീക്ഷ. ജില്ലാ പഞ്ചായത്ത് 30 ലക്ഷം രൂപ ഉപയോഗിച്ച് കപ്പൂർ പഞ്ചായത്തിലെ 11-ാം വാർഡിലെ ചോലക്കുളത്തിലൊരു നീന്തൽ കുളമാക്കാൻ വേണ്ടിയിട്ട് 30 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്.
അത് ടെൻഡർ നടപടിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. മുൻപ് നിരവധി ആളുകൾ ഉപയോഗിച്ചിരുന്നതാണ് ചോലക്കുളം. നാട്ടിലെ പ്രധാന ജലസ്രോതസ് കൂടിയാണിത്. അതുകൊണ്ട് തന്നെ അവഗണന അവസാനിപ്പിച്ച് നവീകരണം നടത്തി കുളം സംരക്ഷിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് 18 പാലക്കാട്. മറ്റു വാർത്തകളിലേക്ക്, പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.